ഒരു ദിവസം അർജുനൻ കൃഷ്ണനോട് സംശയമുന്നയിച്ചു. കൃഷ്ണ, ഞാനും നന്നായി ദാനം ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കർണനെ എല്ലാവരും ദാനത്തിന്റെ രാജാവായി കരുതുന്നത്? കൃഷ്ണൻ അർജുനനുമായി ഒരു മലയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന കൃഷ്ണൻ തന്റെ ശക്തികൊണ്ട് അത് സ്വർണമലയാക്കി മാറ്റി. അനന്തരം അർജുനനോട് പറഞ്ഞു, അർജുന, ഈ സ്വർണമല നിന്റെയാണ്. നീ ഇത് ജനങ്ങൾക്ക് ദാനമായി നൽകിയാലും ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് ദാനം പൂർത്തിയാക്കണം. ബാക്കി വരുന്ന സ്വർണം വീണ്ടും കല്ലായി മാറും. അർജുനൻ സന്തോഷത്തോടെ ഒരു മഴുകൊണ്ട് ആ സ്വർണമലയുടെ ഒരു വശത്തുനിന്ന് മുറിച്ചെടുത്ത് ദാനം ചെയ്യാൻ തുടങ്ങി. ആളുകള് വളരെയധികമായിരുന്നു. അവിടം ബഹളമയമായി. എന്നാല് അസ്തമിക്കാൻ ഒരു നാഴിക മാത്രമുള്ളപ്പോൾ ഒരു ചെറിയ ഭാഗം പോലും തീർന്നിട്ടില്ല. അർജുനന് വെപ്രാളമായി. കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, ഞാനിനി എന്തു ചെയ്യണം? മല എനിക്ക് തിരികെ തരുന്നോ? അർജുനൻ പറഞ്ഞു, തിരികെ എടുത്തോളൂ കൃഷ്ണ, എനിക്കിനി വയ്യ. കൃഷ്ണൻ ഉടൻ തന്നെ ആളയച്ച് കർണനെ വരുത്തി. അർജുനനോട് പറഞ്ഞത് തന്നെ കർണനോടും പറഞ്ഞു. ദൂരെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നത് കൃഷ്ണനും അർജുനനും കർണനും കാണാം. പക്ഷേ കർണൻ പതറിയില്ല. നേരെ മുന്നോട്ട് വന്ന ജനങ്ങളോട് പറഞ്ഞു, ഇതാ കൃഷ്ണൻ എനിക്ക് തന്ന ഈ സ്വർണമല, അത് നിങ്ങളുടേതാണ്, എടുത്തുകൊള്ളുക. ദാനം പൂർത്തിയാക്കി കർണൻ തിരിഞ്ഞു നടന്നപ്പോൾ സൂര്യൻ മെല്ലെ മെല്ലെ സമുദ്രത്തിൽ താഴ്ന്നു തുടങ്ങി. പുത്രനെക്കുറിച്ചുള്ള അഭിമാനത്തോടെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നോക്കുക, ഇതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നീ ദാനം ചെയ്യുമ്പോൾ നിന്റെ സ്വത്താണ് ദാനം ചെയ്യുന്നത് എന്ന വിചാരത്തോടെ ചെയ്യുന്നു. കർണൻ ദാനം ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ആ സ്വത്ത് മറ്റാരുടെയോ ആയിക്കഴിഞ്ഞു. അർജുനൻ മൗനമായി നടന്നകലുന്ന കർണനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു.